the taste of your mind. Kiwi Ice Cream. Chill the fun. തമിഴകത്തിന്റെ ദളപതി സ്ഥാനം സൂപ്പർ സ്റ്റാർ രജനീകാന്തിൽ നിന്ന് തമിഴ് മക്കൾ തിരികെ വാങ്ങുന്നു. ഇനി ആർക്കാണ് തമിഴ് മക്കൾ ദളപതി എന്ന സ്ഥാനം നൽകുക? അത് തമിഴ്നാടിന്റെ ഇളയ ദളപതി ജോസഫ് വിജയ്ക്കാണ്. ഇനി മതേതരത്വ വിശ്വാസികളുടെ തലൈവയായിരിക്കും തമിഴ്നാടിന്റെ ദളപതി. കാരണം 30 മണിക്കൂറിന്റെ വേട്ടയാടൽ തന്നെയാണ്. ഒരു കാരണവുമില്ലാതെ ആദായ നികുതി വകുപ്പ് വിജയ്യെ കസ്റ്റഡിയിൽ വെച്ചത് 30 മണിക്കൂറാണ്. ബിഗിൽ സിനിമയ്ക്ക് പണം നൽകിയ അൻപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെയാണ് നടൻ വിജയ്ക്ക് ഒരു റോൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ റോൾ ഉണ്ടാക്കിയെടുത്തത്? അതിന് കാരണമെന്ന് പറയുന്നത് വിജയ്യുടെ ചില ചിത്രങ്ങളാണ്. മർസൽ അടങ്ങുന്ന, കത്തി അടങ്ങുന്ന ചിത്രങ്ങൾ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക്, പൊതുജനങ്ങൾക്ക് നൽകിയ സന്ദേശം വലുത് തന്നെയാണ്. മർസൽ കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പുകളെ വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോൾ കത്തിയുടെ ക്ലൈമാക്സ് കോർപ്പറേറ്റ് വില്ലന്മാർക്കുള്ള നല്ല കലക്കൻ മറുപടിയാണ്. കോർപ്പറേറ്റ് വില്ലന്മാരെയും കേന്ദ്രത്തെയും വരച്ച വരയിൽ നിർത്തിയ ഈ 2 ചിത്രങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഉറക്കം കെടുത്തിയത് ചെറുതായിട്ടൊന്നുമല്ല. അതിനാൽ കേന്ദ്രത്തിന്റെ കണ്ണിലെ കരടാണ് നടൻ ജോസഫ് വിജയ്, അതായത് തമിഴ്നാടിന്റെ ഇളയ ദളപതി വിജയ്. ഇനി എന്താണ് തീരുമാനം? ഈ 30 മണിക്കൂറിന് നടൻ വിജയ് നൽകുന്ന മറുപടി എന്നാണ്. അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകളാണ് തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നുള്ളത്. 30 മണിക്കൂറിന് കേന്ദ്ര സർക്കാരിന് നൽകുന്ന മറുപടി എന്ന് പറയുന്നത് നടൻ വിജയുടെ രാഷ്ട്രീയ നീക്കമാണ്. അതായത് തമിഴകത്തെ രജനി BJP-യിലേക്ക് കൂറുപുലർത്തി നിൽക്കുമ്പോൾ, തമിഴകത്തെ ചില പ്രമുഖ താരങ്ങൾ വ്യക്തമായ രാഷ്ട്രീയ നീക്കത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, വിജയ്ക്ക് ഇനി ആവശ്യം ഒരു രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് നടൻ വിജയ് കടന്നു പോകുമ്പോൾ അത് മതേതരത്വ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കായിരിക്കും. അതായത് രാജ്യത്ത് ഇന്നുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിലേക്കായിരിക്കും നടൻ വിജയുടെ കടന്നുപോക്ക്. അത് കേന്ദ്ര സർക്കാരിനുള്ള ഒരു വലിയ മറുപടിയായിരിക്കും. വിജയ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകുമ്പോൾ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു മഹാനടനം തന്നെയാണ് നടൻ വിജയ്. അദ്ദേഹത്തിന്റെ ആരാധകരും കൃത്യമായ വിജയുടെ ഈ തീരുമാനത്തോട് യോജിക്കുക തന്നെ ചെയ്യും. കാരണം നിലവിൽ ഒരു രാഷ്ട്രീയമില്ല എങ്കിൽ വിജയ്യെ ഇനിയും കേന്ദ്ര സർക്കാർ വേട്ടയാടുക തന്നെ ചെയ്യും. അതിനാൽ തലൈവ പുതിയ രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോകുമ്പോൾ മോദിയെ വെറുതെ വിടാൻ വിജയ് ഒരിക്കലും തയ്യാറാകില്ല. 30 മണിക്കൂറിന് കടം തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Let's go.